Alhamdulillah Rabbil Alamin. Nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് പാലിച്ച് പരമാവധി ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഒരു വസിയ്യത്ത് എന്ന രൂപത്തിൽ സ്വന്തത്തോടും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിയാറുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കലാലയങ്ങളിൽ അനുബന്ധമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഏതാണ്ട് വേനലവധി കഴിഞ്ഞ് വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും അധ്യാപകരും എല്ലാം പുതിയ ഒരു അധ്യയന വർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവധിക്കാലം നമുക്ക് ഓരോരുത്തർക്കും എന്തെന്തെല്ലാം നേട്ടങ്ങളാണ് സമ്പാദിക്കാനുള്ള അവസരമായത്
എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ജമ്മാടങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന ഒരു ദിവസം പോലും അവധി കിട്ടാത്ത കച്ചവടക്കാരനായ സഹോദരനും തന്റെ വീട്ടിലേക്ക് വിരുന്നെത്തിയ പ്രിയപ്പെട്ട കുടുംബക്കാരോടൊപ്പം അതിലെ മക്കളോടൊപ്പം ഒക്കെ സഹവസിക്കാൻ കിട്ടിയ അവസരങ്ങൾ ഒരു മുതൽക്കൂട്ടായി ഒരു നേട്ടമായി കാണാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജീവിതത്തിനിടയിൽ ധാരാളം അവധികൾ അനുഭവിക്കുകയും അത് പ്രയോജനപ്രദമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അറിഞ്ഞോ അറിയാതെ കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾക്ക് നമ്മൾ വലിയ വാല്യൂ നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വിദേശത്ത് നിന്ന് അവധിക്ക് വരുന്ന ആൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. നമ്മുടെ സ്വദേശത്തുള്ളവരും അല്പസമയം നമ്മൾ ഫ്രസ്ട്രേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി സുഹൃത്തുക്കളോടൊപ്പം ചേരുകയും യാത്ര നടത്തുകയും ഭക്ഷണം കഴിക്കാൻ പോവുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അധ്യാപകരൊക്കെ അവധി കിട്ടുമ്പോൾ ഒരു പരിധിവരെ സാമൂഹ്യ സേവന രംഗത്ത് വലിയ കയ്യൊപ്പുകൾ ചാർത്താൻ അവർക്കും സാധിക്കാറുണ്ട്. അതല്ലാതെ ജീവിതം തന്നെ സാമൂഹ്യ സേവനമാക്കുന്ന ആളുകൾ ആണ് അധികവും. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇതിനൊക്കെ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന യഥാർത്ഥ അവധിയെ കുറിച്ച് നമുക്ക് ഓർക്കാനും അതുവഴി പ്രയോജനപ്രദമായ പരിശ്രമങ്ങൾ നടത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ അല്ലാഹു ഐഹിക ജീവിതത്തിൽ നിന്നുള്ള വിയോഗത്തെ പറ്റിയാണ് അജൽ അഥവാ അവധി എന്ന് പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ വിലയിരുത്തിയാണ് ഈ അവധിയാനന്തരം പുതിയ ഒരു ചട്ടക്കൂടിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഇപ്പൊ ഇവിടെ അവധി കഴിഞ്ഞിട്ട് ബിസിനസ്സുകാരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉദ്യോഗസ്ഥരും ഒക്കെ വലിയ പ്രതീക്ഷയിലാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അവധി കഴിഞ്ഞ് പുതിയ ചട്ടക്കൂടിലേക്ക് പോകുന്ന പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുമ്പോൾ അവർക്ക് ഒരുപാട് നേട്ടങ്ങളെ കുറിച്ചുള്ള പ്ലാനിങ്ങുകളും ആലോചനകളൊക്കെ. ഈ സമയത്ത് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റേണ്ട ഒരു അവധിയെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഓരോ നഫ്സിനും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അവധി അജൽ, അത് അതിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് വ്യക്തി എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ സുപരിചിതമായ കാണാതെ അറിയുന്ന ഒരു വചനം, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ചൊക്കെ സസൂക്ഷ്മം അറിയുന്നവനാണ് പടച്ച റബ്ബ്. ആ റബ്ബ് പറയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരു നഫ്സിനും അല്ലാഹു ചാൻസ് നൽകുകയില്ല, അവർക്ക് ഒരു പിന്നോക്കം അല്ലെങ്കിൽ അവരെ പിൻവലിപ്പിക്കുകയില്ല, കുറച്ചൊരു സമയം കൊടുക്കുകയില്ല. ഇദാ ജാഅ അജലുഹാ, ആ നഫ്സിന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഇനി ഇങ്ങനെ മാത്രമല്ല, ഖുർആൻ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഉദ്ധരണി നമ്മുടെ മുമ്പിൽ വെക്കുന്നത്, വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ സമുദായത്തിനും ഒരു അവധിയുണ്ട്. ഫൈദാ ജാഅ അജലുഹും, ആ സമൂഹത്തിന്റെ അവധി എത്തുന്ന മുറക്ക് ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ആ സമുദായത്തിന് ഒരു അല്പം മുന്നോട്ടോ പിന്നോട്ടോ ഗമിക്കുക സാധ്യമല്ല. ഒന്ന് മുന്നോട്ടാക്കാൻ
ഒന്ന് ബാക്കിലേക്കാക്കാൻ ഒന്നിനും കഴിയില്ല. അപ്പൊ എല്ലാ ദേഹവും വ്യക്തികൾ എന്ന നിലക്ക് എല്ലാ ദേഹവും ആ അവധിയാകുന്ന മരണത്തെ രുചിക്കും എന്നാണ് ഖുർആൻ ഒരു സ്ഥലത്ത് പ്രയോഗിച്ചത്. ഒന്നല്ല, മുത്തശാബിയായിട്ട് വന്നിട്ടുള്ള ഒരു വചനാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഇതൊക്കെ നമ്മൾ അങ്ങനെ ഒരു ലെവലിൽ തന്നെ പഠിച്ചു പോകണം. അവധി എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്യാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എങ്കിൽ ആ അവധിയെ ഖുർആനും പറയുന്നത് എൻജോയ്മെന്റ് ആയിട്ട് തന്നെയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും ആ അജലിന്റെ അവധിയുടെ രുചി ആസ്വദിക്കുന്നതാണ്. ആ അവധിയെ അവർ എൻജോയ് ചെയ്യുന്നതാണ്. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ ഈ അവധി അതിന്റെ ജീവിതമാകുന്ന പടച്ച റബ്ബിന്റെ പ്രത്യേകമായ വരദാനത്തിൽ കൂടി നമ്മുടെ ആലോചനകൾ പോകുമ്പോ അതിന്റെ അവധി അത് നമ്മൾ ആസ്വദിക്കണം. ആ ആസ്വാദനം എങ്ങനെയാണ് ഗുണകരമായി തീരുക? ലീവിന് വേണ്ടി പ്രത്യേകം തയ്യാറെടുത്ത് അത് എൻജോയ് ചെയ്യുന്നതിനായി മുന്നൊരുക്കങ്ങൾ നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാത്രമാണ് പുതിയ ഒരു ചട്ടക്കൂടിലേക്ക് പോകുമ്പോ പ്രതിഫലങ്ങളുടെ, നേട്ടങ്ങളുടെ, എൻജോയ്മെന്റിന്റെ പൂർണ്ണത ലഭിക്കുന്നത്. അത് ഖുർആൻ പറയാൻ വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഖിയാമത്തിന്റെ അവസരത്തിൽ അതാ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ, അവരുടെ കൂലി അതാ കൃത്യമായി പൂർത്തീകരിച്ചു കൊടുക്കണം. തുടർന്ന് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഐഹിക ജീവിതത്തിന്റെ നശ്വരത ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ആലു ഇമ്രാനിൽ പരിചയപ്പെടുത്തിയ വാക്കാണ് നമ്മൾ കേട്ടത്. എന്നാൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അൻആമിലെ 32ാമത്തെ വചനത്തിലും ഐഹിക ജീവിതത്തിനൊരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അതെന്താണ്? വമൽ ഹയാത്തുദ് ദുനിയാ. ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് അല്ല ഇല്ലാ ലഇബു വലഹുൻ. കളിയും തമാശയും വിനോദവും അതുപോലെ തന്നെ ആ അർത്ഥത്തിലൊക്കെയുള്ള ഒരു കാര്യവും അല്ലാതെ ഒന്നുമല്ല എന്ന് പറയാം. തുടർന്ന് പിന്നെ ഏതാണ് കനപ്പെട്ടത് എന്ന് പറയുന്നത്? വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ. തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് പാരത്രിക ജീവിതമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ നോക്കൂ, കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല. സാധാരണ നമ്മൾ ഈ ആയത്തിനെ എങ്ങനെ വിശദീകരിക്കാറുള്ളത്? എങ്ങനെ നമ്മൾ ഈ ആയത്തിന്റെ വിശദീകരണം കേൾക്കാറുള്ളത്? ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരാണ്, നശ്വരമാണ്, നൈമിഷികമാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ. യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ കളി എന്നതുകൊണ്ട് ഗൗരവമില്ലാത്ത ഒരു കാര്യം എന്ന അർത്ഥത്തിലേ അല്ല പടച്ച റബ്ബ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. മറിച്ച് നോക്കുമ്പോൾ വളരെ വ്യവസ്ഥാപിതമായ ഒരു പരസ്പര ധാരണയിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്നാണ് കളി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കളിയെ പറ്റിയിട്ട് ആലോചിച്ച് നോക്കൂ. കളി എക്കണോമിക്സില് ഗെയിം തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം തന്നെയുണ്ട്. ഗെയിം തിയറി എല്ലാ കാര്യത്തെയും കളിയുടെ ഒരു ആംഗിളിൽ നിന്നുകൊണ്ടാണ് നോക്കിക്കാണാൻ. ഖുർആൻ ജീവിതത്തെ കളിയായി ഉപയോഗിക്കുന്നു. ഇല്ലാ ലഇബുൻ, അതേപോലെ തന്നെ ലഹുബുൻ, ലഇബുൻ എന്നൊക്കെ അത് പ്രത്യേക എക്സെപ്ഷണൽ അല്ലാതെ തന്നെ പറഞ്ഞ ആയത്തുകളുണ്ട്. ഇത് നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളണം പ്രിയപ്പെട്ട. ഒരു പന്ത് കളി നടക്കുമ്പോ അതൊരു കളിയാണല്ലോ, ഒരു കളിയാണ്. എന്നാൽ ആ കളി നടക്കുമ്പോ അവിടെ കളിക്കാരൊക്കെയും ആ കളി നടത്തുന്ന, അത് ഓർഗനൈസ് ചെയ്യുന്ന കമ്മിറ്റിക്കാര് നിശ്ചയിച്ച നിയമങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ആ കളിക്കാരൊക്കെയും കമ്മിറ്റിക്കാർ എന്ത് ചിട്ടപ്പെടുത്തിയ നിയമങ്ങളുണ്ടോ ആ നിയമാവലിയൊക്കെ അംഗീകരിച്ച് പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നു. ഒരു വേള കളി നടക്കുന്നത് പോലും ഒരുപാട് ചിട്ടയാർന്ന നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. കളിയായിട്ട് അതിനെ പരിഗണിക്കുന്നത് പോലും അത് കൃത്യമായ നിയമങ്ങൾക്കുള്ളിൽ വരുമ്പോഴാണ്.
ജീവിതം ഇതുപോലെ കളിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ കളിയിൽ ഏതെങ്കിലും ഒരാള് നിയമം പിന്തുടരാതെ വരുമ്പോഴോ അല്ലെങ്കിൽ നിയമം തെറ്റിക്കുകയൊക്കെ ചെയ്യുമ്പോ ആ ഗ്രൗണ്ടിൽ വലിയ കുഴപ്പമുണ്ടാവും. ഗ്രൗണ്ടിൽ അടി ഉണ്ടാകുന്നത്, ഒരു കൊല്ലത്തെ കളിന്റെ പകരം കിട്ടാൻ വേണ്ടി അടുത്ത കൊല്ലത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോ കുറച്ചുകൂടി ആ ഒരു കാര്യത്തിന്റെ സീരിയസ്നെസ് ഓരോരുത്തർക്ക് മനസ്സിലാവും. അപ്പോൾ വല്ലാതെ അങ്ങനെ കാണാറില്ല. നോക്കൂ നിങ്ങൾ, എല്ലാവരും കളിയുടെ നിയമങ്ങൾ മുഴുവനായി അംഗീകരിച്ചാണ് കളിക്കുന്നത് എങ്കിൽ നല്ല രീതിയിൽ കളിക്കൊരു എൻഡിങ് ഉണ്ടാവും. അതിന്റെ അവസാനത്തെ സമയത്തൊക്കെ ആകുമ്പോഴേക്ക് ഗാലറിയൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ വല്ല പ്രകൃതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ഗാലറിയൊക്കെ പൊളിഞ്ഞാടുള്ളൂ. മറ്റേത് ആൾക്കാരനെ തച്ച് തകർത്തിട്ടുണ്ടാവും. അവിടുന്ന് ഓരോന്നും കവുങ്ങിന്റെ മട്ടലും ഒക്കെ എടുത്തിട്ട് ആൾക്കാർ ബാക്കിയുള്ള കച്ചറക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തും. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയാനല്ല സൂചിപ്പിച്ചത്. അപ്പൊ എല്ലാവരും കളിയുടെ നിയമങ്ങളെ മുഴുവനായി അംഗീകരിക്കുമ്പോഴാണ് കളി പൂർണ്ണതയിലെത്താൻ സഹായകമാവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, കളിയുടെ റഫറിമാർ പറയുന്നത് അംഗീകരിച്ച് കളിച്ചില്ലെങ്കിൽ ഗ്രൗണ്ടിൽ കുഴപ്പമുണ്ടാവും. രണ്ട്, കളിക്കാർ സ്വയം നിയമങ്ങൾ ഉണ്ടാക്കിയാലോ അപ്പൊ അവിടെ പാർഷ്വാലിറ്റി വരും, ഒരു ഭാഗം മാത്രം ജയിക്കും. അല്ലെങ്കിൽ കളിക്കാരുടെ തന്നെ പ്രത്യേകം താല്പര്യപ്രകാരമുള്ള റഫറിമാരെയാണ് നിയമിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, കളി എന്ന് പറയുന്നതിലെ കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം ഇട്ടതാണ്. അപ്പോ മതത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോ ഭൂമിയിലെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു കളിയാണ്. ഏതുപോലെ ഇവിടെ നമ്മൾ പന്തളി ഇറക്കിയതുപോലെ ഒരു കളിയാണ്. ജീവിതം എന്ന് പറയുന്നത് കളിയാണ്. ആരാ പറഞ്ഞത്? ഞാനല്ല, പടച്ചോൻ പറയാം. അതിനെങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഇതിന് ചില നിയമങ്ങളും ചട്ടക്കൂടുകളൊക്കെ ഉണ്ട്. കളിയെന്ന് പറഞ്ഞിട്ട് ഒരു സീരിയസ്നെസ് ഇല്ലാതെ പോകാൻ പാടില്ല, അതായി പറഞ്ഞൊരർത്ഥം. അപ്പോ ഈ കളിയുടെ വിജയപരാജയങ്ങളെ നിർവചിക്കുന്നത് ആരാ? കളിയുടെ ഓർഗനൈസറാണ്. ഈ കളിയുടെ നിയമ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതാരാ? ഈ കളിയുടെ ഓർഗനൈസറാണ്, ഈ കളി ഉണ്ടാക്കിയവരാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ റഫറിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതേപോലെ ജീവിതമാകുന്ന കളിയിലും സംഭവിക്കും. ഇത്രയുള്ളൂ പ്രശ്നം. ഇവിടെ കുറെ നിരീശ്വരവാദികളും നാസ്തികരൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെ വേറെ വഴിയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ പോകുന്നു. ജീവിതം ആസ്വദിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ആര് പറഞ്ഞു? പ്രിയപ്പെട്ടവരെ, ആരാ നിയമം ഉണ്ടാക്കേണ്ടത്? കളിയുടെ ഓർഗനൈസർ ഉണ്ടാക്കട്ടെ, അതല്ല കളി. ആ കളിയെ പറ്റി കൃത്യമായി നമ്മൾ അറിയണം എന്നുള്ളതാണ്. അപ്പൊ നിയമങ്ങൾ നിഷേധിച്ചാലും ഭൂമിയിൽ കുഴപ്പമുണ്ടാവും. അപ്പൊ മറ്റൊരു വസ്തുത, കളി നടന്നുകൊണ്ടിരിക്കുമ്പോ ഓർഗനൈസർ കളിയിൽ ഇടപെടൂല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ ജീവിതമാകുന്ന കളിയിൽ പല ആൾക്കാരും പരിഹാസങ്ങളും, ഇവിടെ നിയമങ്ങളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരെ പരിഹസിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. യാതൊരു ഉറപ്പുമില്ലടാ ഈ പുരോഗമന കാലത്തും നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ ആയിട്ട് നടക്കാൻ, അല്ലെ ഉദുഹിയത്തൊക്കെ ആയിട്ട് നടക്കാൻ യാതൊരു ഉറപ്പുമില്ലടാ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത്, ഓർഗനൈസർ റഫറി കളിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങലില്ല 90 മിനിറ്റിന്റെ ഇടയില്. മീൻസ് കളിക്കാരുടെ കൂടെ ഇറങ്ങിയിട്ട് കളിക്കലില്ല, അപ്പക്കപ്പഴേ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു കൊടുക്കലില്ല. അപ്പൊ അവിടെ അതിൻ്റെതായ ചട്ടക്കൂടുകളുണ്ട്. അപ്പോ താൽക്കാലികമായി ഗ്രൗണ്ടിൽ വെച്ച് ചില ആൾക്കാരൊക്കെ ജയിക്കാറുണ്ട്. ജയിച്ചതിന് ശേഷം ഒരു ഗ്രൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങി അവരുടെ കൃത്യമായ കമ്പ്യൂട്ടർ ദൃശ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ അവർ കളിക്കാൻ തന്നെ പറ്റാത്ത കോലത്തിലേക്ക് അവരെത്തിക്കാറുണ്ട് ചില സന്ദർഭങ്ങളിലെങ്കിലും. അപ്പൊ ഭൂമിയിലെ ജീവിതത്തിന്റെ ഓർഗനൈസറായ അല്ലാഹു മനുഷ്യ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ അപ്പപ്പോൾ ശിക്ഷയും പ്രതിഫലവും നൽകുന്നില്ല. എന്നാൽ ചില സൂചനകളൊക്കെ നമുക്ക് വരും. അതും യഥാർത്ഥ കളിയിൽ നടക്കുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് തുലനം ചെയ്യാവുന്നതാണ്. അപ്പോ കളിക്ക് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള പ്രതിഫലം അല്ലെങ്കിൽ കളിയുടെ റിസൾട്ട് ഒക്കെ അറിയുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. അപ്പൊ ജീവിതമാകുന്ന കളിയുടെ ഓർഗനൈസറായി അല്ലാഹനെ കണക്കാക്കുന്നതിൽ നമുക്ക് വീഴ്ച വരുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കളിയിൽ, ജീവിതമാകുന്ന കളിയിൽ എന്റെയും നിങ്ങളുടെയും ടൈമിലേക്ക് വരുമ്പോൾ അവിടെ കുറെ ഫൗളുകൾ വരുന്നത്. ഒരുപാട് ഫൗളുകൾ അവിടെ ഉണ്ടാകും. യെല്ലോ കാർഡുകൾക്ക് പരിധിയുണ്ട്. ഇവിടുത്തെ കളിയിൽ യെല്ലോ കാർഡുകൾക്ക് പരിധി ഉണ്ടല്ലോ. 2 യെല്ലോ കാർഡ് കഴിഞ്ഞാൽ അടുത്ത പൊന്തള് ചുവന്ന കാർഡ്, റെഡ് കാർഡ്. ഇതേപോലെ
പടച്ചറപ്പ് എനിക്കും നിങ്ങൾക്കും വിധിക്കുന്നത് റെഡ് കാർഡാണ് എങ്കിൽ അത് സ്വർഗത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുന്ന, അള്ളാഹനെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ലഭ്യമാകുന്ന സ്വർഗീയ ലോകത്ത് നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നരകത്തിലേക്കുള്ള ടിക്കറ്റും കൂടിയാണ് റെഡ് കാർഡ്. ജീവിതമാകുന്ന കളിയിൽ പരാജയപ്പെട്ടാൽ, ഫൗളുകൾ അനവധി ഉണ്ടായാൽ, ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായി. അതുകൊണ്ടാണ് വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, കൂനൂ അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാകണം. നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കണം. എങ്ങനെ? അല്ലാഹു നമ്മളെ സഹായത്തിന്റെ ആവശ്യമില്ല. ഇന്നഹു ഹുവൽ ഗനീ, തീർച്ചയായും അവൻ ഗനിയാണ്. നമ്മളാണ് അൻതുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ദരിദ്രൻ. നമ്മളൊന്നും പഠിച്ചോൻ ആവശ്യമില്ല. പക്ഷെ പഠിച്ചോൻ അൻസാർ എന്ന്, അൻസാർ അല്ലാഹ് എന്ന് പ്രത്യേകം നമ്മളോട് പറയാൻ, കൂനു അൻസാർ അല്ലാഹ് എന്ന് പറയാൻ ഉള്ള കാരണം എന്താണ്? ദീനിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദീനിനെ കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ദീനിനെ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കുന്ന ആളുകളാണ്. നമ്മുടെ ആദർശ രംഗത്ത്, നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, എല്ലായിടങ്ങളിലും ദീനനുസരിച്ച് മുന്നോട്ട് പോകണം. എന്റെ ദീനിയായ ജീവിതം അതെനിക്ക് പടച്ചവൻ നിശ്ചയിച്ചതാണ്. ആ കളിയിൽ ഞാൻ ഫൗൾ വരുത്താൻ പാടില്ല എന്നുള്ള അടിയുറച്ച ബോധം നമുക്കുണ്ടാവണം. സൃഷ്ടാവിന്റെ നിയമങ്ങൾ പാലിച്ച് പൂർണ്ണമായും ദീനിൽ പ്രവേശിക്കേണ്ട ആളുകളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ, നിങ്ങൾ ദീനിൽ പൂർണ്ണമായി പ്രവേശിക്കണേ. ഒരു കാര്യം ഇങ്ങനെ തൊട്ട് തോണ്ടി വെച്ച് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ദീനിൽ പൂർണ്ണമായി നമ്മൾ പ്രവേശിക്കണം. നമ്മൾ ദീനിൽ പ്രവേശിക്കുന്നവരാകണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ലാ തഖൂലു ഇമ്മ, നിങ്ങൾ കൂടെ കൂടുന്ന ആൾക്കാരാകരുത്. എന്റെ കൂടെ ആരാളുള്ളത്? ഓനെ പോലെ ഞാനും ആകുക, അവരുടെ നിലപാടിലേക്ക് ഞാനും അങ്ങോട്ട് ചെല്ല, അതില്ല. ഇൻ അഹ്സന അന്നാസു അഹ്സന്ന, നിങ്ങൾ ജനങ്ങൾ നല്ലതാണോ ചെയ്യണത്? ജനങ്ങളോടൊപ്പം നിങ്ങൾ നല്ലത് ചെയ്യും, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ വൈൻ വലമു വലന്ന, നിങ്ങള് ജനങ്ങള് മോശപ്പെട്ട കാര്യം അക്രമം പ്രവർത്തിച്ചാൽ നിങ്ങളും അങ്ങോട്ട് അക്രമം പ്രവർത്തിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ നിലപാടുള്ളവരാണ്. എന്താണ് നിലപാട്? നിങ്ങൾ ജനങ്ങൾ നന്മ ചെയ്താൽ അവരോടൊപ്പം നന്മ ചെയ്യണം. അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നിങ്ങൾ കൊടുക്കണം. അവർ തെറ്റുകാരായാൽ നിങ്ങൾ അവരോടൊപ്പം കൂടി തെറ്റ് ചെയ്യരുത്. നിങ്ങൾ അതിക്രമത്തിന് കൂടെ നിൽക്കരുത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നിലപാടുണ്ടാകണം. ജീവിതം കളിയായി പടച്ചവൻ പരിചയപ്പെട്ടെങ്കിലും അതൊരു ഗെയിം തിയറിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കൃത്യമായ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരസ്പര ധാരണയോടുകൂടിയുള്ള ഒരു കൃത്യമായ നിയമവ്യവസ്ഥക്കുള്ളിലാണ് ഞാൻ ജീവിക്കേണ്ടതെന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അവിടെ നമുക്ക് ദീൻ പ്രധാനമുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കൊണ്ട് നടക്കുന്ന, ദീനിനെ പ്രചരിപ്പിക്കുന്ന, ദീൻ എല്ലായിടങ്ങളിലും പ്രചരിപ്പിക്കുന്ന, അത് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് الذي هدانا إلى الإسلام صلى الله على نبينا محمد وآله وصحبه أجمعين. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യാൻ. പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്നത് ജീവിതം എന്ന് പറയുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഒരു കളിയായിട്ടാണ്. എന്നാൽ കളിക്ക് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നത് നമ്മുടെ ബോധ്യവുമാണ്. ജീവിതമാകുന്ന കളിയുടെ നിയമകർത്താവ് അല്ലാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്തു. അവന്റെ വ്യവസ്ഥകൾക്ക് പൂർണ്ണമായും നമ്മൾ കീഴ്പ്പെടണം. അതുകൊണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെയും നമുക്ക് വരുന്ന വീഴ്ചകളെ പറ്റി ഒന്ന് ആലോചിച്ചു. ഈ മഴക്ക് വേണ്ടി ആഗ്രഹിച്ചവരാണ് നമ്മൾ. അപ്പൊ മഴ പെയ്യുമ്പോഴേക്ക് നമ്മുടെ ചില ഈ
ഭൂമിയിലെ കൈക്കടത്തലുകൾ കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കുമ്പോൾ ആ മഴ പെയ്തതിന്റെ പേരിൽ നമ്മൾ പടച്ചോനെ ശപിക്കും. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? നമ്മൾ ഗെയിമിലാണല്ലോ ഉള്ളത്. ഈ ഗെയിമിൽ കൃത്യമായ വ്യവസ്ഥ ഉണ്ട്. ഗെയിമിന്റെ റഫറിയും ഗെയിമിന്റെ ഓർഗനൈസറും ഒക്കെ എങ്ങനെ ചെയ്യാൻ പറഞ്ഞോ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ ജീവിതമാകുന്ന കളിയുടെ പ്രത്യേകത. എല്ലാത്തിലേക്കും നമ്മൾ ഇട്ട് വരക്കേണ്ട സാധനമാണ്. അപ്പൊ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലാത്തൊരു ചീഞ്ഞ മഴ നല്ല നമ്മൾ പറയേണ്ടത് എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പഠിച്ചോനെ നല്ല വഴിക്കുള്ള ഒരു മഴയാണ് കേട്ടോ അത്. അതാ പറഞ്ഞതിന്റെ പച്ച മലയാളം. ഉപകാരപ്രദമായിട്ടുള്ള ഒരു മഴയാക്കിയിട്ട് മാറ്റണേ. ഇത് നമ്മൾ അപ്പം തുടങ്ങും അനുഗ്രഹത്തെ ശപിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ അനുഗ്രഹത്തെ ശപിക്കുമ്പോൾ അള്ളാനെ നമ്മൾ ശപിക്കുന്നത് വേറെ വിഷയം. നോക്കുന്നത് ഇനി മഴ ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ ചെയ്യേണ്ടത് അവിടെയും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. വല്ലാത്തൊരവസ്ഥ, ചൂട്, പരിതാപകരമായ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അവിടെ ചെയ്യേണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥന നിർവഹിക്കാൻ പോകുന്നു. ഇനി മഴ കൊണ്ട് കൂടി കെടുതികളുടെ അങ്ങേ തല കടന്നു വരുമ്പോൾ അപ്പോഴും നമ്മളോട് പറഞ്ഞത്, ഗെയിമിന്റെ ഓർഗനൈസർ കളിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞപ്പോ നമ്മളോട് പറഞ്ഞ സംഗതി എന്താണ്? ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നിർവഹിക്കാൻ നമ്മൾ ചെയ്യണം. ഓർഗനൈസർ എന്താ പറഞ്ഞേ അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. കാരണം ജീവിതം കഴിയാൻ പാടി ചില നിയമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്, സ്വാഭാവികം. അപ്പോ ഒരുപക്ഷെ അനുഗ്രഹങ്ങളിലൂടെ പടച്ചവന്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നേക്കാം. അപ്പൊ ആ പരീക്ഷണങ്ങളെ പറ്റി പടച്ചവൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് നല്ലതും തന്നിട്ട് പരീക്ഷിക്കും, മോശപ്പെട്ട കാര്യങ്ങൾ തന്നിട്ടും പരീക്ഷിക്കും. അവിടെയൊക്കെ നമ്മൾ എന്തു ചെയ്യും? അപ്പൊ ശരി സാബിരി എന്ന് മറ്റൊരായിരുന്നു കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ഷമാലുക്കളെ ഈ ഗെയിമിൽ വിജയിക്കാൻ, പരീക്ഷണങ്ങളാകുന്ന ഗെയിമിൽ ജയിക്കാം, നന്നായി ക്ഷമ അവലംബിക്കുന്ന ആളുകളായി. അപ്പൊ റബ്ബിലുള്ള പ്രതീക്ഷ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൈവിടാൻ പാടില്ല. എത്ര വലിയ പ്രതിസന്ധികളുടെ ഘട്ടത്തിലും ഒരു വിശ്വാസിക്ക് റബ്ബിലുള്ള പ്രതീക്ഷ കൈവിടാൻ കഴിയില്ല. കാരണം എന്താ? എത്രമേൽ വലിയ പ്രതിസന്ധിയുടെ ഘട്ടമായിരുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ വന്നിരുന്നത്. ആ മൂസ നബിയുടെ അനുയായികളെ കുറിച്ച്, അവരുടെ വാചകത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടല്ലോ, രണ്ട് ഭാഗങ്ങളും കൂടി കണ്ടുമുട്ടുന്ന രണ്ട് സംഘങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്നതായ അവസരം വന്നപ്പോ മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞു പോയില്ലേ, നമ്മളെല്ലാം അറ്റവരായി, ആശയറ്റവരായി, ഒരവലംബവും ഇല്ലാത്തവരായി നമ്മൾ മാറിയിരിക്കുന്നല്ലോ. ആ സമയത്ത് മൂസാ നബിയുടെ മറുപടി ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. നിസ്സംശയം അങ്ങനെ വർത്തമാനങ്ങൾ നിങ്ങൾ പറയേണ്ടതില്ല. ഇന്ന മഈ റബ്ബി, എന്റെ റബ്ബന്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കും. അവൻ നമുക്ക് വഴി കാണിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായി ആലോചിക്കാൻ കഴിയും, പ്രതീക്ഷ കൈവിടുന്ന ഒരു അവസ്ഥയെ നമ്മുടെ ജീവിതത്തിലില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയും. നമ്മുടെ വിഷയം അതിലേക്ക് അല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തിന്റെ ചില സൂചനകൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, സാധാരണഗതിയിൽ നമ്മൾ ഈ ജീവിതമാകുന്ന ഈ ഗെയിമിനെ അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മളൊരു ഹജ്ജ് മാസത്തിലൂടെയാണ്, നമ്മൾ മാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വാലും ദുൽഖഅദും ദുൽഹിജ്ജൊക്കെ ഹജ്ജ് മാസങ്ങളാണ്. അപ്പൊ ഈ ഹജ്ജ് മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹജ്ജിന് പോകുന്ന ആളുകൾ അവരുടെ ഒരു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് മഖബൂലും മബ്റൂറും ഒക്കെ ആയിട്ടുള്ള ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാനൊക്കെ വേണ്ടിയിട്ട് ആളുകളുടെ പ്രാർത്ഥന ആഗ്രഹിക്കും. അങ്ങനെ ആളുകളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ട്
സാധ്യമാകുന്ന ആളുകളൊക്കെ വീട്ടില് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കും. നമ്മൾ പാടേണ്ടതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഹജ്ജ് കല്യാണമാകുന്ന അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഒരാൾക്ക് സാധ്യമാണ് എങ്കിൽ പാവപ്പെട്ട ആളുകളെ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്തരം പാർട്ടികളൊക്കെ നടത്തുന്നു. അതിന് നമ്മൾ എതിർപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കുമ്പോൾ അവിടെ രണ്ട് സമീപനങ്ങളാണ് ആളുകൾക്കുള്ളത്. എന്റെ ഹജ്ജ് പൂർണ്ണമായും അതിന്റെ ആത്മാവ് ചോരാതെ നിർവഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കുറെ ആൾക്കാരുണ്ടാവും. എന്നാൽ ഇന്നിപ്പോ നടക്കുന്നതാണോ? അതൊരു കുറെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചേർത്തി പറയാനുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചയോട് പറയാം. അപ്പോ ഇവിടെ ഒന്ന്, ആളുകൾക്കിടയിൽ വലിയ രൂപത്തിൽ ആരാധനകൾ ഓർഗനൈസർ എന്തിനു നിശ്ചയിച്ചു എന്നറിയാതെ ചെയ്യുന്ന പരിപാടിയാണ്. ഇതൊക്കെ എന്താ പറയുക, വമാ കാന സ്വലാത്തും ഇന്ദൽ ബൈത്തി ഇല്ലാ മുഖാവ തസ്ബിഹ എന്നൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു. അവരുടെ ആരാധന എന്ന് പറയുന്നത് ഈ കഅബത്തിങ്കൽ വന്നിട്ട് അവരിങ്ങനെ കൊട്ടി വിളിക്കുക, ഓരോ ആദ്യത്തെ വിളംബരം ചെയ്യാം. ഇത് മാത്രമായിരുന്നു അവരുടെ ആരാധനകൾ കൊണ്ട് അവർ ലക്ഷ്യമാക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് അതേയല്ല. പടച്ചോൻ അറിയാൻ, ഞാനും പടച്ചോനും തമ്മിലുള്ള ഇന്റിമസി, ഞാനും പടച്ചോനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, അതിനെ അടയാളപ്പെടുത്തുന്ന ഒരു ആരാധനയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. എന്നാൽ ആ ഹജ്ജ് എവിടെ എത്തി നിൽക്കുന്നു? ഹജ്ജ് എന്ന് പറയുന്നത് ഇവിടുന്ന് പോകുമ്പോ തന്നെ ഉള്ള കൊടി കുത്തിയ എല്ലാ ചാരങ്ങളിലും പോയിട്ടാ പോകുന്നത്. ഇവിടെ മമ്പറത്തുനിന്ന് സിയാറത്ത് കഴിഞ്ഞിട്ട് പിന്നെ പോവുക ഹജ്ജിന്. എന്താണ് ഹജ്ജിന്റെ കോലം എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അല്പം ഗൗരവത്തിൽ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്നിട്ടുള്ള എല്ലാം എവിടൊക്കെ എത്താൻ പറ്റുമോ? ഈ ബദറിലൊക്കെ ശരിക്കും ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്നും നമ്മുടെ നാട്ടുകാർ കുറെ കോടികൾ ഉണ്ടാക്കാൻ അവർക്ക് പറ്റുമായിരുന്നു. പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് സോഴ്സിലും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. എത്ര മാനക്കേട്! എന്താ തൗഹീദ്? ആ തൗഹീദിനെ വിളംബരം ചെയ്യാൻ വേണ്ടി വിളിക്കും. ഹജ്ജിന് വേണ്ടി വിളിക്കുന്ന ഇബ്രാഹിം നബിയോട് 4000-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് പടച്ചോൻ പറഞ്ഞ ആ പ്രോസസ് ഇങ്ങനെ തുറന്നു വരിക. എന്നിട്ട് അവിടെ കലശങ്ങൾ, അവിടെ കാലുഷ്യങ്ങൾ, അവിടെ അധർമ്മങ്ങൾ ആ ഹജ്ജിന്റെ അർത്ഥം കടന്നുകൂടിയപ്പോഴാണ് റസൂൽ അത് മാറ്റിയിട്ട് പിന്നെ ജീവിതത്തിൽ ഒന്നാമത്തെ അവസാനത്തതായിട്ടുള്ള ഹജ്ജ് നിർവഹിച്ചത്. റസൂൽ ഹജ്ജ് നിർവഹിക്കാൻ നേരത്തെ പറ്റാത്തോണ്ടല്ല, മറിച്ച് ഹജ്ജ് എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ജാഹിലിയത്തിനെ പഠിച്ചിട്ട് വേണം നമ്മൾ എല്ലാ ആരാധനകളും നിർവഹിക്കാൻ. വേറെ വിഷയമാണ്. ഏതായിരുന്നാലും നമ്മുടെ ജീവിതമാകുന്ന കളിയിൽ ഒരു ഭാഗമാണ് ആരാധന. അത് ഓർഗനൈസർ എങ്ങനെ നിശ്ചയിച്ചുവോ അതിനെന്ത് നിയമമാണോ നിശ്ചയിച്ചത്. മൻ ഹജ്ജ ഫലം യർഫസ് ഫലം യഫ്സുഖ് റജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. ഉമ്മ പ്രസവിച്ച കുട്ടിനെ പോലെയാകുന്നത് അവിടെ ഹജറുൽ അസ്വദും അവിടെ സംസമും ഒക്കെ ഉള്ളോണ്ടല്ല. ആ സംസമിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഒക്കെ നാഥനുണ്ടല്ലോ, ആ നാഥനിലേക്ക് നമ്മൾ മുഴുവൻ അങ്ങോട്ട് സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ്. ഇതിങ്ങനെ പറയുമ്പോ അതിവൈകാരികത നമ്മുടെ ഉള്ളിലേക്ക് കയറി വരണം. പടച്ചോനെ, എന്റെ പടച്ചവനെ, എനിക്കൊരവസരം ഈ വർഷം തന്നെ എനിക്ക് കിട്ടിയാൽ ഞാനത് പാഴാക്കൂല. പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്കത് കിട്ടിയാൽ ഞാനത് പാഴാക്കൂല തീരുമാനിക്കാൻ എന്നെ പ്രേരിപ്പിക്കേണ്ട ഘടകം ഇത് പടച്ചോൻ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ ചില ആളുകൾക്ക് അജർനസൂനെ ഞാൻ ചുപ്പിച്ചു, ഇത് പിന്നെ ജംറയിൽ ഞാൻ കല്ലെറിഞ്ഞു, ഇതൊക്കെ പടച്ചോൻ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച് കാണിച്ചു തന്നുകൊണ്ട് നമ്മൾ ചെയ്യും. അതിനൊപ്പം ഒരു ദിവ്യത്വം പടച്ചോൻ മാത്രം. ഇതാണ് ഹജ്ജ്. പ്രിയപ്പെട്ടവരത് നമ്മൾ കാര്യമായിട്ട് ആലോചിക്കണം. പോകുന്ന ആളുകൾക്കും നമ്മൾ കൊടുക്കേണ്ട വസിയത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള ഉറപ്പൊക്കെ കൊടുക്കേണ്ടത്. കാരണം അത് പടച്ചോനിലേക്കാണ് പോണത്. ആ ഒരു ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന വലിയൊരു ആരാധനയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ട് അവിടുത്തെ ഒരു ആത്മസമർപ്പണത്തെ, സ്വന്തം മകനങ്ങട്ട് ബലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അത് കടന്നു വന്നിട്ട് ആ വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആ പരീക്ഷണത്തിൽ ജയിച്ചപ്പോൾ ഇബ്രാഹിമുൽ വഫ ഇബ്രാഹിം ഈ ആയത്തുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇബ്രാഹിം നബി ഒക്കെ ഫുൾഫിൽ ചെയ്തു. ഇതിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ
കൃത്യമായി ഉൾക്കൊള്ളണം. ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് അതിന്റെ സ്മരണയാണ്. ആ ഉളുഹിയ്യത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്, അത് ഇവിടെ കൊടുത്താലും ഉത്തരേന്ത്യയിൽ കൊടുത്താലും എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സിൽ പടച്ചോനിലേക്ക് എത്തുന്നത് തഖ്വയാണ്. ആ മാംസം എന്റെ വീട്ടിൽ ഒരു അടുത്തൊരു കൊല്ലം അച്ചാറിട്ട് കൂട്ടുക എന്നുള്ളതല്ല രക്ഷാപ്പെട്ടത്. അല്ലെങ്കിൽ ഞാൻ എത്ര ചെയ്തു മനസ്സിൽ ഒന്നുമല്ല. ഞാൻ അതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും മനസ്സിലായിട്ടോ എന്താ ഗെയിം, ഓർഗനൈസർ എന്താ വിചാരിച്ചത്. ഇതൊക്കെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളുക, അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക, ആ രൂപത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഒരാൾക്ക് കഴിവുണ്ടായി അയാൾ ഉളുഹിയ്യത്ത് അറുക്കുന്നതിൽ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ അയാൾ ഡയറക്റ്റ് ആളിനാണെങ്കിൽ ഒറ്റയ്ക്ക് അയാൾ പങ്കുചേരുകയോ ചെയ്തില്ല എന്ന് വിചാരിക്കാം. മുസല്ലയിലേക്ക് അടുത്തു പോകരുത്. നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം 7000 രൂപയാണ് ഒരു ഷെയറിന്റെ. അത് നമുക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും നടക്കൂല. സക്കാത്ത് വിഷയം അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ അത് നടക്കൂല, ഒരു കാലത്തും നടക്കൂല. നമ്മൾ അങ്ങോട്ട് കുത്തുബ കേട്ടു, ജീവിതം കഴിയാൻ മനസ്സിലായി. യെസ്, ഈ പ്രാവശ്യം എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ശരി കൊടുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി കഴിയിൽ ഒരു ഓർഗനൈസർ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ ഓർഗനൈസറുടെ നിയമങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് ഇസ്സത്ത് ഉണ്ടാകണം. അല്ലാഹു നമുക്കതിന് നല്ല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യപരസ്യ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയിട്ട് മുഴുവൻ തെറ്റുകുറ്റങ്ങളും നാം നമുക്ക് വിട്ടുപെടുത്തുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ സാമൂഹ്യ ക്ഷേമവുമായി ബന്ധപ്പെട്ട കളക്ഷനാണ്. എല്ലാവരും സജീവമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിച്ച് അതിന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട പണ്ഡിതന്മാർ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ, മാതാപിതാക്കൾ എല്ലാവരും റഹ്മാൻ റഹീമായ റബ്ബേ അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്തുമാക്കണേ നാഥ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله